പോണോ? ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ചോറ് ഊറ്റിനോടത്തുനിന്നൊക്കെ പാഞ്ഞിറങ്ങിയാണ്. എങ്ങോട്ടാന്ന് വെച്ചാൽ ഇതിപ്പോൾ റോട്ടിൽ നിന്ന് നാട്ടിൽ കൊടുക്കുന്നത്. നമ്മളിവിടെ ഒരു പുലി ഇറങ്ങിക്കണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പട്ടിനെയൊക്കെ ഇവിടെ കൊന്നിട്ടിക്കണ്. അപ്പോൾ കാണാൻ എല്ലാവരും കുറച്ച് അവിടെയാണ്, ചെറിയാപ്പൂൻ്റെ അവിടെയാണ്. ഞങ്ങൾ എങ്ങോട്ടാ അതോ പോണ്? ആ പർദ്ദ തിന്നല്ലേ പറയാ. എങ്ങോട്ടാ പോണ്? എന്തിനാ? പുലി എന്തിനാ തിന്നേ? പട്ടിനെ കൊല്ലാന്. പട്ടിനെ കൊന്നിക്കണ് പുലി. അപ്പം നമ്മൾ പോയോക്കട്ടെ, അവിടെ എത്തിയിട്ട് നമുക്ക് എന്തേതാന്നൊക്കെ പോയോ. പേടിയുണ്ടോ? ഇപ്പോൾ വണ്ടി നിർത്തിയ ആൾക്കാരൊക്കെ ഇപ്പോൾ പോയതാട്ടോ. ഈ ഒരു പട്ടിനെ ഇവിടെ കൊന്നിട്ടിക്കണ്. അതിൻ്റെ കൈത്താകെ കടിച്ച് പറിച്ച് വെച്ചിക്കണെന്ന് ഓര് പറയുന്നത്. കൊല്ലിക്കിട്ട് പിടിച്ചിക്കണ്. വേറെ എവിടെ പരിക്കോ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 2-3 താത്താരൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഓലൊക്കെ പറഞ്ഞത് എന്തോ കടിച്ചതാണ്, കൊല്ലിക്കിട്ട് പിടിച്ചതാവും. അതിന് പുറത്തേക്ക് പോവോ? പുറത്തേക്ക് പോവോ? പറ്റൂലല്ലോ. പുലി പിടിച്ച കണ്ടോ? പട്ടിനെ കണ്ടോ? കണ്ടിട്ടില്ലേ? ഓൻ്റെ നേരെ മുന്നിൽ സാധനം കിടക്കണം, എന്നിട്ട് ഓൻ കണ്ടിട്ടില്ലോ. ഇതാ എന്നാ പട്ടിനെ പുലി പിടിച്ചിക്കണ കണ്ടോ? ഇനി പുറത്തേക്ക് പോകുമോ? പറയാതെ പോകുമോ? പട്ടിനെ കൊല്ലിയൊക്കെ ഇട്ട് പിടിച്ചിക്കണ. ആകെ ഈച്ചയും കാര്യമൊക്കെ ആർക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ആൾക്കാരൊക്കെ അറിഞ്ഞ് അവിടെയൊക്കെ ആൾക്കാരും കാര്യമൊക്കെ നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാർ രാവിലെ കണ്ട് പോയി. അപ്പം ഞാൻ അങ്ങനെ വന്ന് നോക്കിയാണ്. പാവൻ്റെ പട്ടി വേറെ കുഴപ്പം മുറിയ കാര്യമൊന്നും ഇല്ലാത്ത പട്ടിയാണ്. ഇനി വിഷം തിന്നതായാലും ഇങ്ങനെ വരാൻ വയ്യുണ്ടാവില്ലല്ലോ. എന്താ അറിയില്ല. ഇത്രയും നേരമായിട്ട് ആരും കുഴിച്ചിട്ടിട്ടില്ല. ഇനി ഇവിടെ നിന്ന് നമ്മളെയും കൊണ്ട് കുഴിച്ചിടിപ്പിച്ചോ. ബാ പോവാ കാട്ടുക്കോ, നമ്മള് വീട്ടിൽ പോവാ. പുലിനെ കാണാൻ അമ്മായിയല്ലേ പുലി. നമ്മളെ തിന്നൂലേ? പട്ടി കറക്കണാതെ കറക്കേണ്ടി വരും നമ്മളപ്പുറം അപ്പുറം. എന്നെ കുത്തു നോക്കാം. അപ്പൊ അത് എനിക്ക് പേടിയില്ലേ? ഇച്ചു പുലിനെ പേടിയാട്ടോ. പുലി ആറിന് വന്ന് എന്താ കാട്ടുക? ഞാൻ വണ്ടി എടുത്ത് ഓടും, അന്നെ ഞാൻ ഇവിടെ ഇടും. അല്ലാ, ആ പട്ടി കിടക്കണ കണ്ടോ? ചത്താണ്ട്. ആ താത്താരൊക്കെ എന്താ വേഗം പോയേ? പേടിച്ചിട്ട്. ബാ, ഞാൻ ആൾക്കാർ പുല്ലിനെ പിടിച്ചട്ടെ. പുലിയാണെങ്കിൽ ഫോറസ്റ്റുകാരെ വിളിച്ച് എന്തേതാന്നൊന്നും അറിയില്ല. ആൾക്കാർ അങ്ങനെ കൂടുണ്ട്. നമ്മൾ ആൾക്കാർ വരുന്നതിന് മുന്നേ പോവാ. ബാ തന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം. പുലിനെ കിട്ടുകയാണെങ്കിൽ ഞാൻ വിളിച്ചാൽ മറങ്ങണം കേട്ടോ. അല്ലാ, ഇജിവിടെ നല്ലോന്ന് നിന്ന്. ഞാൻ പേടിച്ചോലെ വിചാരിച്ച് കൊണ്ടുവന്നാ പുറത്തേക്ക് ഇറങ്ങാക്കത്. അപ്പം അതിലും വലിയ വണ്ടിയും വലിയായി. നമ്മളിപ്പോൾ ഇവിടെ പെരിയിലെത്തി. ഒരാൾ കുഞ്ഞിന് നോക്കിയിട്ട് വണ്ടി വന്ന് തന്നെ ഇറങ്ങണില്ല കേട്ടോ. ആദോ ബാ പുലിനോട് മെജി വർത്താനം പറഞ്ഞു നോക്കട്ടെ. പുലിനോട് വരുമ്പോൾ വിളിച്ചാൽ പറയാ കേട്ടോ. എന്താ പുലിനെ കാണാനാണോ പുലിനെ? കാണാന് ആണോ? പുലിനെ കണ്ടാണ്ടല്ലോ. ഇങ്ങനെ നമ്മള് പട്ടിനെയൊക്കെ കാണാൻ പോയി വന്ന് ഒരാൾക്ക് ഇവിടെ മാന്തിയേക്കണം. മറ്റേ ഞാൻ പറഞ്ഞില്ലേ JCB കാര്യങ്ങൾ മാന്തിയേക്കണം. എന്താ അത് പണി? അപ്പോൾ കുറേ നേരം ഇങ്ങോട്ടൊന്ന് പോവാ അറിയണം. അപ്പം ഇന്ന് പണിക്കാരില്ല. അത് ഞങ്ങൾ ആ ഗ്യാപ്പിൽ ഒഴിഞ്ഞിറങ്ങിയതാ. ഇവിടെ എന്തോന്നാ ലോറി ഉണ്ടോ? പൊന്നോട് JCB കാരെന്തമ്മ പൊന്നിനോട് പറഞ്ഞേ? സുന്ദരനോട് പറഞ്ഞൂലേ ഇവിടേക്ക് വരരുത് പറഞ്ഞോ? എന്താ ചെയ്യഞ്ഞ്? ഓൽക്കൊന്ന് കൊടുക്കല്ലേ? ഇപ്പച്ചി തല്ലിക്കോളൂല്ലേ? ഓള് തെറിച്ചോ? അതിന് വേണ്ടി ഉണ്ടോ അപ്പച്ചി? അതിനുണ്ടോ എൻ്റെ അപ്പച്ചി? മസിൽമാനാണോ? ചെറിയ അപ്പോ പടച്ച റബ്ബേ. ഇവിടുന്ന് എങ്ങനെയാ മസിലൊക്കെ? ഇവിടുന്നാ ചോറ് നിട്ടാലേ? അപ്പൊ എനിക്ക് ഓളിക്സ് കുടിച്ചിട്ട് എനിക്ക് മസിലില്ലേ? നോട്ടെ നീ അനക്ക് മസിലുണ്ട് കേട്ടോ. നോട്ടെ പടച്ചോനെ, എവിടെയാണ് ഇതൊക്കെ പാത്തച്ചീനേജി? പൂക്കള് തിന്നിട്ടോ? പൂക്കളില്ലേ അത് തിന്നണ പൂക്കളോ? ഏതാ? അതൊരു പൂക്കളുടെ അതിലൊരു ഇതല്ലേ, അത് ഇങ്ങനെ തിന്നിട്ടേ. ഇച്ചറിയില്ല, മനസ്സിലായില്ല. അത്
ഈ കൈമ മസിലിൽ ഈ കയ്യില് മസിലില്ല ഈ കയ്യില് ഈ കയ്യിലുണ്ടല്ലോ അതില് വല്ലാതെ തോന്നണില്ലല്ലോ ആ ഉണ്ട് കേട്ടോ സാധനം ഉണ്ട് കേട്ടോ മരുന്നുണ്ട് എൻ്റെ കജ്ജില് അപ്പൊ എന്താ നേഴ്സറിക്ക് പോയിനേജ് എങ്ങനെ പനിയൊക്കെ ഉണ്ട് മാറിയേക്കണം ബോസ് അങ്ങോട്ട് ഇപ്പൊ തണുത്തേക്കണ് എവിടെ പനി മാറിയേക്കണ് കേട്ടോ വിയർത്ത് കുളിച്ചത് അപ്പൊ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം നഴ്സറി ഇവിടൊക്കെ പനിയുണ്ട് ഇവിടെയൊക്കെ പനിയുണ്ടോ ഇവിടെ എത്ര പനിയുണ്ട് എത്ര അതും കൊണ്ട് പോണ്ട അതുകൊണ്ട് പോണ്ട അവിടെ ലോറിക്കാര് മണ്ണൊക്കെ തട്ടിയിരിക്കണം വാ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ഇതിന്റെ മേലെ കൂടെ പാഞ്ഞ് കളിച്ച് ഇവിടെ നല്ല രസമുണ്ട് ഇന്നലെ ഫുള്ള് ഇവിടെ JCB നിർത്തിയത് കുടുങ്ങി ചെയ്തോ ഇന്നലെ ഇവിടെ മുതൽ അവിടെ വരെ JCB വന്ന് നിരത്തിയതാണ് കേട്ടോ ഈ 2 ഏരി അപ്പോൾ കാണാൻ നല്ല രസം മാങ്ങ മൂച്ചതിൻ്റെ ഇടയിൽ അങ്ങനെ ഇത് ഓർക്കാപ്പുളിൻ്റെ മരമാണ് ഓർക്കാപ്പുളി അല്ല മറ്റേ കറിക്കൊക്കെ ഉണ്ട കൊടുമ്പുളിയോ അതിൻ്റെ മരമാണിത് ഇതും ആ എന്തേ കാടിന്റെ പുലി ഉണ്ടാവും അവിടെ പുലി പുലി താമസിക്കുന്നത് അവിടെയാണ് കേട്ടോ അവിടെ ഇന്നലെ പിന്നെ കുറെ ആൾക്കാർ വന്ന് ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ട് അത് പുലി അല്ല എന്നൊക്കെ പറയുന്നുണ്ട് കുറെ ആൾക്കാർ അത് പുലിയാണ് എന്ന് പറയുന്നുണ്ട് എന്താന്ന് നമുക്കൊരു ഐഡിയ അല്ല കേട്ടോ കാണാത്തോണ്ട് ആൾക്കാർ ഇങ്ങനെ കമ്മട്ടും പറയാണ് പിന്നെ ഫോറസ്റ്റുകാർ വന്ന് ഓല അന്ന് നമ്മളെ വരിക വന്നെന്ന് ഓല് പറഞ്ഞത് അത് പുലിയല്ല സംഭവം അന്നെന്തോ ആണ് കുറെ ആൾക്കാരൊക്കെ പറഞ്ഞത് ഓല് വെറുതെ പറഞ്ഞു പോകും പക്ഷെ ഓലടിയിൽ ഇങ്ങനെ ചർച്ച നടന്നു ഇവിടെ എന്താണെന്നറിയില്ല പട്ടി ചത്തോണ്ട് എല്ലാവരും പറഞ്ഞ് അതിൻ്റെ കൊല്ലിയൊക്കെ പിടിച്ചോണ്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പുലിയാവും അല്ലാതെ ജന്തുക്കളും കൊല്ലിയൊക്കെ ഇങ്ങനെ പിടിച്ചുവോ അതൊക്കെയാണ് ആൾക്കാർ ചോദിച്ചത് കോഴി എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇനി പട്ടിയൊക്കെ ഇങ്ങനെ കൊല്ലിയൊക്കെ പക്ഷെ തിന്നിട്ടില്ലല്ലോ ഞാൻ ആൾക്കാരെ കണ്ടിട്ട് ഇട്ടിട്ട് പോയതാന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല പിന്നെ അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഫോറസ്റ്റുകാർ അങ്ങനെ വന്ന് പോയപ്പോൾ ആ ചർച്ച വിഷയം അവിടെ വെച്ച് നിന്ന ചെരുപ്പിട് എങ്ങനെ ഇവിടെ നമ്മള് കുറച്ചതിന് വരുവേ തെറ്റി ഓനൊരു ഞാനൊരു വരുന്നല്ലോ എങ്ങനെയാണെങ്കിൽ കേട്ടോ അപ്പൊ ഉമ്മ പോന്നെ ഇവിടെ കളിച്ചെന്നാ ഇത് ക്ലേ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ മണ്ണ പക്ഷെ ലോറിക്കാരെ ഇവിടെ തട്ടിയതാണ് ഇങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ ആട്ടും നമ്മളെ കൂട്ടാഴ്ചകളൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലം കളിച്ചാന് അല്ലേ പക്ഷെ അതൊന്നും ഇവിടെ ആരും ഇല്ല അതിൻ്റെ ഓൻ തന്നെ ചടപ്പാണ് ഞാൻ മാണോ എൻ്റെ പപ്പളും ബാബാ നീ നമുക്ക് വീട്ടിൽ പോയേക്കാം കുറച്ച് കഴിഞ്ഞ് വരാം അതാ ലോറി നമ്മളിപ്പോ ഒരു ഉണ്ണിയപ്പൊക്കെ ഉണ്ട് ഇതിനെയൊക്കെ തിന്നിങ്ങ ഉരുക്കാട്ടോ പോണോ ഒരാള് ഉപ്പച്ചിൻ്റെ അടുത്തേക്ക് പോണം എന്ന് പറഞ്ഞിട്ട് സൈക്കിളൊക്കെ തടലിട്ട് കുത്തിരിക്കുകയാണ് എങ്ങോട്ടാ പോണ്ടേ എനിക്ക് എന്തിന് അന്നേ പറഞ്ഞോ എന്തിന് വെറുതെ അപ്പൊ കുഴപ്പമില്ല എന്റെ പനി മാറിട്ടോ അതോ ഉച്ചയായപ്പോ പനി പോയി വിയർത്ത് കുളിച്ചിട്ട് പോയി പനി പോയി ഇനി നഴ്സറിക്ക് പോവാം അതോ കൊരിയും വന്നപ്പോത്തിന് നാളെ നഴ്സറിക്ക് പോണല്ലേ കൊരയാണ് കൊരയാണ് അങ്ങനെ ഇപ്പം എന്നത്തി മതിന് നേരെ നട്ടുച്ചയായി പോയി ചോറുന്നണ്ടേ ഒരാൾക്ക് കഞ്ഞി കൊടുത്തിന് ഇപ്പൊ ചോറും വേണ്ടേ പിന്നെന്താ വേണ്ടി നമ്മളെങ്ങട്ടാ പോണ് പറഞ്ഞു കൊടുത്താ
മണാലിക്ക് ഞങ്ങൾ മണാലിക്ക് പോവാണ്. ഓ മേലെ കഴുകാത്തപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നമ്മൾ മണാലിക്ക് പോവാണ് പറഞ്ഞു. നോക്കാം പറയുന്ന എങ്ങനെ പോണു നമ്മൾ മണാലിക്ക്? ഊട്ടിമേല് കൂട്ടിമേലാണ് മണാലിക്ക് പോണു അല്ലേ? ഞങ്ങൾക്ക് ട്രെയിനൊന്നും വേണ്ട. ഊട്ടി അവിടെ ഉണ്ട്. ആരൊക്കെയോ പോവാ? നമ്മള് രണ്ടാളും. രണ്ടാള് സോളോ ട്രിപ്പ് അല്ലല്ലേ? ഞാനും ആദ്യം മണാലിക്ക് സ്കൂട്ടിമ പോവാണ്. എത്ര ദിവസം കഴിഞ്ഞിട്ടാ വരിക? അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. ഇപ്പച്ചി വേണ്ട അപ്പൊ മണാലിക്ക് പോവാന്? അതിപ്പച്ചി ഇവിടെ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ ഇപ്പച്ചിനെ കൊണ്ടുപോവാത്ത. ഇപ്പച്ചി സോറി പറഞ്ഞളി. ഇപ്പച്ചി സോറി പറഞ്ഞളി. ഇപ്പച്ചിനെ കൊണ്ടുപോണില്ലല്ലോ. ആ ഇപ്പച്ചിനെ കൊണ്ടുവരാണ്ട് പോണോ? ഇജി മണാലിക്ക് പോണ്ടേ? എന്താ ഇട്? നമ്മള് പുതിയ ഡ്രസ്സും കാര്യൊക്കെ വാങ്ങണ്ടേ? മഞ്ഞിന്റെ വാങ്ങണം. എന്റെ അടുത്ത് പൈസ ഇല്ല കേട്ടോ. പൈസ ഞാൻ തരാ. എന്റെ അടുത്ത് എത്ര റുപ്യ? 5 റുപ്യ ഉണ്ട് അല്ലേ? 5 റുപ്യക്ക് ഇപ്പം ഡീസൽ എണ്ണ അടിച്ചണം. മഞ്ഞിന്റെ മഞ്ഞക്കില്ല കുപ്പായം വാങ്ങണം. തികയോ? 5 റുപ്യ തികയോ? എന്തിന്റെ ഇലയാണ്? തെങ്ങിന്റെ ഇലയാണോ? മാവിന്റെ ഇലയാണോ? പ്ലാവിന്റെ ഇലയാണോ? മഞ്ഞിന്റെ പേടിയാവൂല നമ്മളെ രണ്ടാളും ഒറ്റക്ക് പോയാല്? പേടിയൊന്നും ഞാനല്ലേ അവിടെ. അയച്ചുണ്ടല്ലേ അവിടെ? അതിന്റെ പേടി നമ്മളെ കൊള്ളക്കാരൊക്കെ കൊണ്ടുപോകും ഒറ്റക്ക് പോയാല്. അതിനൊക്കെ നമ്മക്ക് ഉണ്ടാവില്ല. ഞാനല്ല സത്യമാന്. പിന്നെന്താ പേടിച്ചണ്ട. കുറച്ചേരം കഴിഞ്ഞപ്പോ ഇവിടെ ഒരാൾ എങ്ങട്ടില്ല നമ്മ പൊന്ന് പറഞ്ഞേ. മെച്ചി ഒറ്റക്കാ പോണ്ടിയേ? എങ്ങട്ടാ പോണ്ടി മെച്ചി? ഒറ്റക്ക് മണാലിക്ക് ഇല്ല എന്നാണ് പറയണോ? തെറ്റിന്നോട്. ജില്ലഞ്ഞ് മണാലിക്ക് ഇല്ല മെച്ചിന്റെ ഒപ്പല്ലേ? എന്നാ പറയും മെച്ചി ഒറ്റക്ക് പോയിക്കോ പറഞ്ഞോളാ. ഓ ഇല്ലട്ടോ ഗേസ്, മണാലിക്കോ ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ സോളോ ട്രിപ്പ് ക്യാൻസലായി ഇരിക്കുകയാണ്. ഇപ്പം എന്തിനാ കാര്യമാണ്? ഓന് മണാലിക്കില്ലാത്ത പ്രതിഷേധമാണ്. ബാ ചോറുന്നാ നടക്ക്. ചോറും വേണ്ടേ? ചെറിയാപ്പൂനെ കുയിന്താണ് മക്കളെ ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നു. ചെറിയാപ്പൂ ഉപ്പക്കാരുടെ ചെറിയാപ്പൂ ആയിരുന്നില്ല അന്ന്. ഇതിപ്പോൾ മരത്തിൻ്റെ മേലേന് കേട്ടോ. കുയിന്തൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്നാണ്. പെണ്ണഞ്ഞ് പിന്നാമ്പുറം കാട്ടിയിരിക്കുകയാണ്. ചെറിയാപ്പൂ ഉപ്പ തെറ്റുകയാണെങ്കിലും ചെറിയാപ്പൂൻ്റെ സ്വഭാവം ഇതാണ്. അതോ അമ്പക്ക് കുത്താൻ കൊടുക്കാൻ അവിടെ കാരണം അമ്പക്ക് നമ്പേ അതില്ലോലോ മണാലിക്കില്ലോലോ. നീ അമ്മച്ച് വേറെ എണ്ണി കുട്ടീനെ വാങ്ങിക്കൊണ്ടുപോവാം മണാലിക്ക്. 100 റുപ്യക്ക് കിട്ടുക നല്ല ചൊറുക്കില്ല കുട്ടീനെ. മാങ്ങട്ടെ ഞാൻ വാങ്ങും. ഫോണറിയത് ഉമ്മച്ചി വാങ്ങൂല. ഉമ്മച്ചിക്ക് അതുണ്ടല്ലോ അല്ലേ? അടിച്ച ഇതാണ് ഇവിടുത്തെ കുയിന്ത്. തെറ്റലും കജ്ജും മുണ്ടലും കജ്ജും. എന്നാ ചോറുണ്ടാണ് അവർക്ക്. ചോറുന്നുമ്പോൾ റെഡ് ഫോൺ തരും. ഓക്കെ സെറ്റാണോ? നടി എന്തുണ്ടാ? ഓക്കെ അത് ഞങ്ങൾ ചോറുന്നാൻ പോവാണ് ഗായ്സ്. ചോറുന്നാൻ പോവാണ് ഇജേ ഒരു പാട്ടാടി കൊടുത്താ ഏതിനിപ്പം അത്? ദോശ പാടുക. എന്നിട്ട് എനിക്ക് കാട്ടിത്തരാം. എൻ്റെ വീഡിയോ കാട്ടിത്തരാം. റെഡി 1 2 3 തെറ്റി ബാ. റെഡി 1 2 3 സ്റ്റാർട്ട്. ദോശ ചുട് അമ്മ ചുട്ട ദോശ 10 ചുട്ടു വെച്ചു. അമ്മക്ക് 3 ചേച്ചിക്ക് 2 അങ്ങനെ കരയൂലേ? പിന്നെ ഇപ്പൊ ഏത് പാട്ട് ഇനിയടാ? ടീച്ചർ ഇങ്ങനെയൊക്കെ കാട്ടാൻ പറഞ്ഞ എങ്ങനെ? 1 2 3 എങ്ങനെ? അങ്ങനെ അതൊന്നുമല്ല. അങ്ങനെയാണോ ആൻസർ? എങ്ങനെ ചെയ്യാ? അങ്ങനെയൊക്കെ ചെയ്യോ?
അങ്ങനെയാണ് ചെയ്യാം. അവനൊക്കെ അറിയോ, നേച്ചറിൽ പോയിട്ട് ഒക്കെ പഠിച്ചേക്കണം അല്ലേ? ബാന്നാ മാമനാ പോവാ. ഇപ്പൊ നേരെ ഏകദേശം ഒരു 4 മണിയാവാനായി. ഇപ്പൊ ഇങ്ങോട്ടാ പോകണമെന്ന് വിചാരിച്ചാല് നാത്തൂനെ കൊണ്ടുപോകാന് അളിയൻ വരുന്നുണ്ട്. അപ്പൊ എണ്ണക്കടി എങ്ങനെ ഇറങ്ങിയാണ്. അതോ ഒരാൾ ഇവിടെ കുയിന്തട്ടിക്കുന്ന ഫുള്ള് കുയിന്തൽ മൂടാ. അങ്ങനെ നമ്മൾ അങ്ങാടിക്ക് കുറച്ച് അങ്ങോട്ട് പോവാണ് എണ്ണക്കടി വാങ്ങാന്. നല്ല സമൂസ പഴംപൊരിയൊക്കെ അവിടെ നല്ല രസമെല്ലാം ഉണ്ടാവലുണ്ട് കേട്ടോ. ആ കുളത്തിന്റെ അവിടെ ഊഞ്ഞാലൊക്കെ ആടണം. അവിടെ ഊഞ്ഞാല ആടണോ? ആടണ്ട ആടാതെ ചിങ്ങനെ ആടും ഊഞ്ഞാലാടും. അല്ല ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടിയിട്ട് കുറച്ചു നേരമൊക്കെ ഒന്ന് നടക്കാൻ പോകണമെന്ന് രാവിലെ തൊട്ട് പറയുന്നത്. നട്ടുച്ചകള് എന്നോട് അറിയാം റോട്ടിൽ കൂടെ നടക്കാനിറങ്ങി. ആ പഞ്ചീന്റെ ചിത്താന്നാണ്. പഞ്ച് കഴിഞ്ഞാൽ നമ്മളെ തൊള്ളങ്ങനെ കുട്ടികളെ അങ്ങനെയല്ലേ ചിത്താന്തം കാറ്റുകൊണ്ടൊക്കെ. അത് അപ്പൊ നട്ടുച്ചക്കൊക്കെ 1 മണിക്കൊക്കെ എന്നോട് നടക്കാൻ പോകാന്. അപ്പൊ ഇനി വൈകുന്നേരം എന്തായാലും നടക്കാൻ ഇറങ്ങേണ്ടി വരും. അപ്പം കുളത്തിന്റെ അവിടെ കുറച്ചു നേരം ഊഞ്ഞാലാടുള്ള കഴിഞ്ഞാൽ നല്ല കുട്ടിയെ വണ്ടിമ്മ കാണണം. കയറുവോ? ഇജ്ജ് പറഞ്ഞത് എല്ലാം ശരിക്കാട്ട്. ഇജ്ജ് പറഞ്ഞത് ഈ വീഡിയോയിലുണ്ടാവും കേട്ടോ. കുറച്ചു നേരം ഉള്ളു ഊഞ്ഞാലാടുക. അത് നമ്മൾ നേരെ ഇനി പോയി എണ്ണക്കടി വാങ്ങട്ടെ. വാങ്ങാ പൈനാപ്പിൾ ഉപ്പിലിട്ട് തിന്നണം. എണ്ണക്കടിയൊക്കെ കുറേ സമൂസയും വാങ്ങാം, പഴംപൊരിയും വാങ്ങാം. അനക്ക് തന്നെ പൈനാപ്പിള് വാങ്ങട്ടോ. അല്ല കണ്ടിട്ട് നല്ല പൈസതാലേ പത്താലേ ഇപ്പൊ കുറച്ച് മസാല ഇട്ടിട്ട് ഇവിടെ ഇപ്പൊ ഇതൊക്കെ വാങ്ങി. പൈനാപ്പിൾ ഇതിൻ്റെ ഉള്ളിൽ എടുക്കട്ടോ. പൈനാപ്പിള് അല്ല പൈനാപ്പിൾ അതിന് ഒരു കൂടെ ഇതിന് മസാല വേണം. അവിടെ ആട്ടം തുടങ്ങിട്ടോ. ഇനിയിപ്പോ വരാനാണ് പണി. നിർത്താ പോയ ഇനി വണ്ടി വന്നൊക്കെ ചാടും. മതി പിരാന്തകാരം. എന്റെ ചെരുപ്പ് ചാടി. പൈനാപ്പിള് പാട്ടടിക്ക അനഷ്ടണ്ടായിട്ട് ഞാൻ പൈനാപ്പിളൊക്കെ വാങ്ങി തന്നില്ലേ പൊളിച്ചത്തെ. എന്റെ മാതിരിയൊക്കെ കേട്ടോ ഈ പൈനാപ്പിൾ ഉപ്പിലിട്ടത്. ഉച്ച നല്ല മുളക. ഓനെ ഞാൻ മുളകില്ലാത്ത കൊടുത്ത് എങ്ങനെ ഉണ്ടോക്കാ. തൊള്ളിയില് വെള്ളം വന്നിട്ട് എന്താടാ. അത് നമുക്ക് ബിസ്മീൻ ജോലി തിന്ന ആടി തിന്ന. എങ്ങനുണ്ട്? എങ്ങനുണ്ട്? ബസ്സിലാക്കല്ലേ ബിസ്മില്ലയോ? ഉച്ച മുളകിന്റെ ജാഗ്രത കേട്ടോ. എന്തേ കവർന്ന് എടുത്തിട്ടില്ലെങ്കിലേ അതാ കവർ അതിൻ്റെ ഇടയിൽ കൂടെ ചാടിയാ കളയണം പോകുമ്പോ. അവസാനം പെരക്കാരെ ആളും കൂട്ടി വരികയാവോ എണ്ണക്കടി അങ്ങനെ വിട്ടതാണ്. നേരം കണ്ടിട്ടില്ലെങ്കിൽ ഇനി ആൾക്കാരെ ജനസംഖ്യ അയലക്കാരൊക്കെ കൂട്ടി വരികയാവോ അങ്ങനെ. അതെന്താ പറഞ്ഞത്? ധാരകോളാണോ? ധാരകോള ആയത് ആ പെരക്കാരെ കോളാണ് അത് പറയുന്നത് കേട്ടോ. അത് കണ്ടുപിടിച്ച് വിദ്യാഭ്യാസമാണെന്ന് തോന്നുന്നു. ആണോ? തട്ട് പോയതുകൊണ്ട് വെള്ളമാട കിട്ടൂല. കുളത്തത്തെ വെള്ളം കുടിച്ചേണ്ടി വരും അല്ലേ? കൈമാകെ മുളക. കൈ കാര്യം പാടെ തുള്ളി വെള്ളമല്ലല്ലോ അടച്ചോണേ. പറയുമ്പോ നോക്കി ഒരു കുളം വെള്ളമുണ്ട്. വന്നിട്ട് എത്താരും കജ്ജിയേക്കാൻ തുള്ളി വെള്ളമല്ല. അനക്ക് വേണ്ടെങ്കിൽ ഇമ്മച്ചിക്ക് എന്നാ എങ്ങനെ കിട്ടുവോ? അറിയണോ?
അറിയണോ മീൻ്റെ അറിയോ? ഞാൻ ഊഞ്ഞാലാട്ടോ കുറച്ച് നേരം. ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൂവന്നാ എനിക്ക് ഇതൊക്കെ തന്നു ഒന്നുകൂടെ. അങ്ങനെ ആള് വരുന്നില്ല. സോപ്പ് ഇടുന്നുണ്ട്, പക്ഷെ എന്താ ഏക്കണില്ല. പൂവാ ഇത് തിന്നു കഴിഞ്ഞു. ഉമ്മച്ചി പോലെ പൊട്ടേരോ കൊണ്ടേ കുറച്ചേരാണ്ടേ അതിന് ഇത് കഴിഞ്ഞിട്ട് പോകാൻ അറിയണേ. കഴിഞ്ഞിട്ട് പോക്കുണ്ടാവൂല തിന്നണ്ടേ. നമുക്കൊരു ആട്ടാടിയാലോ? കുടിച്ചട്ടോ മെച്ചിനിയും കുടിച്ചട്ടോ. കാര്യായിട്ട് ശരിയാണാ പോടെ കുത്തിരിക്കണം, അല്ലെങ്കിൽ കൊടുക്കും പോണ്ടേ. ഇവിടെ വരെ കഴിഞ്ഞിട്ട് പോണ്ടേ? എവിടെ വരെ തിന്ന കഴിഞ്ഞിട്ട്? ഇവിടെ ഇപ്പച്ചി ചീത്ത അറിയിട്ടോ? വരെ കഴിഞ്ഞിട്ട് ഇപ്പച്ചി ചീത്ത അറിയില്ലേ നമ്മള്? ഇവിടെ വരെ തിന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ നാട്ടാരൊക്കെ കൂടി ഇപ്പൊ രണ്ടാളില്ലത് ഒരു പള്ളി കമ്മിറ്റി ഇപ്പൊ പോണ്ടി വരും. കഴിഞ്ഞിട്ട് പോണ്ടേ? എന്നാ വേഗം തിന്നു, പൈനാപ്പിൾ തിന്നൂടു. വെയിലില്ലട്ടോ. ഞാൻ വിചാരിച്ച വെയിലക്കാരം എന്താ കഥ അറിയില്ലല്ലോ. വെയിലും കാര്യമൊന്നുമില്ല. പോവന്നെ അവിടെ കാക്കാക്ക് തിന്നാന് ബേക്കറി അല്ല പഴംപൊരിയൊക്കെ എന്റെ കജ്ജിലാണ്. ബാ മൂത്താപ്പ വന്നാലേ പഴംപൊരി നമ്മളെ കജ്ജിലാണ്. ചീത്ത പറയും. പോവാ ഇനി മൂത്താപ്പ പോയിട്ട് ഞങ്ങള് വീണ്ടും വരും ഗായ്സ്. ല്ലേ വരൂലേ? വരൂലേ? എന്തേ കൊല്ലി കുടുങ്ങിയോ? മാണിക്ക് തന്നോളാം അമ്മച്ചിക്ക്. എന്നാ പോവാ. വൈകുന്നേരം ഇഞ്ഞും വരുന്ന്. മീൻ വാങ്ങാൻ വരുമ്പോ ഇഞ്ഞും വരും. അല്ലെങ്കിൽ ഞാൻ ഇഞ്ഞു കൊണ്ടുവരികയല്ല. പരിപാടി ഞാൻ നിർത്തി. എന്താ ചെയ്യണേ? ബാ ഇനി സൂപ്പർ മാർക്കറ്റിൽ നിന്നൊരു മുട്ടായി വാങ്ങി ഇന്നത്തെ പരിപാടി കലാസ്. ബാ നോക്കേ. നമ്മള് സിനിമയില് കണ്ടില്ലേ, ഇതിന്റെ ഉള്ളിൽ ആരാ കുട്ടികളെ പിടിച്ചിന പ്രേതം ഉണ്ടാവും. ഒച്ചല്ലാതെ നിക്ക കാരം. ബാ അതെ ഉമ്മച്ചി വണ്ടിമ കയറേട്ടാ. പോയേ എന്നിട്ട് വേക്കില് ഇതൊക്കെ തന്നെ ഐഡിയ ആക്കുള്ളൂ. ഇപ്പൊ സോമ്പി അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങ് നോക്കുക. ഹൈ നമ്മളിപ്പോ വൈകുന്നേരമായി. അവിടുന്ന് വന്ന് ചായടിയും കാര്യൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എന്താ പരിപാടി? നടക്കാൻ പോവാ. രാവിലെ ഇറങ്ങിങ്ങനെ നടക്കാൻ പോവാ. സൈക്കിളൊക്കെ ഓട്ടുകയാണ്. അപ്പൊ അതില് ഞാൻ കുറച്ചു നേരം ഓട്ടിച്ചിട്ട് പിന്നെ ഇതിലെങ്ങനെ ഓട്ടാറിന് വന്ന അതിൽ ഓട്ടിക്ക. ഓൽക്ക് കാട്ടി വെക്കുക. കൊയിഞ്ഞാന്നട്ടോ. അപ്പൊ നല്ല രസം ഉണ്ടാവും. മുഗണ്ടട്ടോ മുഗണ്ട വെല്ല പോയാതി. പോട്ടെ. റെഡി 1 2 3 സ്റ്റാർട്ട്. നിന്നു. സ്റ്റാർട്ട്. ഇവിടെ പോകാരം. അയ്യോ അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. എല്ലാവർക്കും അത് പറഞ്ഞു. അസ്സലാമു അലൈക്കും.